തികച്ചും അവിസ്മരണീയമായ ഒരു ചടങ്ങാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത്. ഹോട്ടൽ ഹൈസിൻ്റെ തമ്പാനൂർ കൈരളി ടി വിയുടെ 25ാം വാർഷികം. കൈരളി ടി വിയിൽ ലോഞ്ചിങ് ടീമിൽ 2000 ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൈരളി ടി വി തുടങ്ങുമ്പോൾ അതിനും 6 മാസം മുമ്പേ ആ ലോഞ്ചിങ് ടീമിൽ അംഗമായ ഒരാളാണ് ഞാൻ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. അന്ന് ചാനലിൻ്റെ ചുമതല പാർട്ടി നേതൃത്വത്തിൽ MA ബേബിക്കായിരുന്നു. അപ്പോൾ MA ബേബി വിളിച്ചിട്ട് നിങ്ങൾ കൈരളിയിൽ ടീമിൽ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടുന്ന് മാതൃഭൂമി ചെന്നൈ ബ്യൂറോ ചീഫായിരുന്നു ഞാൻ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചിട്ട് കൈരളി ടി വിയിലേക്ക് വരികയാണ്. അപ്പം ലോഞ്ചിങ്ങിന് 6 മാസം മുമ്പെയുള്ള ആദ്യ ടീമിൽ ജോൺ ബ്രിട്ടാസ് MP, ഇപ്പോഴത്തെ MD ആയ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും ഞങ്ങൾ അടങ്ങുന്ന ഒരു ടീം, ഒരു 10 പേരുടെ ഒരു കോർ ടീം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞങ്ങൾ കൈരളി ടി വിയുടെ തുടക്കം, ഞങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ കൈരളി 25ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്നെ വിളിച്ചു. കൈരളി കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ തീർച്ചയായിട്ടും ഋഷി കെ മനോജ് വരണം, പങ്കെടുക്കണം ഈ ചടങ്ങിൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ പങ്കെടുത്തു. അതൊരു വലിയ ഒരു ഓർമ്മ പങ്കുവയ്ക്കൽ കൂടിയായി മാറി. കൈരളിയുടെ തുടക്ക ടീമിലുള്ള എല്ലാവരും, മിക്കവാറും എല്ലാവരും അവിടെ വന്നു. തീരെ തിരക്കുകൾ ഉള്ള ചിലരൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ വന്നു. നമ്മളതിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യാനെറ്റിൻ്റെ മുൻ ചെയർമാൻ ശശികുമാർ ആയിരുന്നു മുഖ്യ പ്രഭാഷകൻ. ഞങ്ങളുടെ ലോഞ്ചിങ് ടീമിലെ ഞങ്ങളുടെ MD ആയിരുന്നു ശശികുമാർ. ഏഷ്യാനെറ്റ് വിട്ടു വന്നിട്ട് കൈരളി ടി വിയുടെ MD ആയിട്ട് ആദ്യ 6 മാസം പ്രവർത്തിച്ച ആളാണ് ശശികുമാർ. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ അദ്ദേഹം അത് വിട്ടുപോയി. പിന്നെ ഇന്നലെ ഈ ഹൈസിന്ത് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പിന്നെ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നത് ശശികുമാറിനെ പോലെ മുഖ്യ അതിഥിയായിട്ട് വന്നത് രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പ്രസംഗിച്ചതിൽ ഏറ്റവും ഊന്നൽ നൽകിയൊരു കാര്യം എന്ന് പറയുന്നത്, ജയ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങാൻ കോൺഗ്രസിന് പ്രേരണ നൽകിയത് കൈരളി ടി വിയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനൊരു ചാനൽ തുടങ്ങുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കകളുണ്ടായിരുന്നു. കൈരളി ടി വിയുടെ ഉദയം, ജനനം, അതേപ്പറ്റിയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ കൈരളി ടി വി 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതിനിടയിൽ വന്ന പല ചാനലുകളും ചിലതൊക്കെ പൂട്ടിപ്പോയി. ചില ചാനലിൽ ഇപ്പോഴും ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു. പക്ഷെ കൈരളിയിൽ ശമ്പളം മുടങ്ങാതെ 25ാം വർഷത്തിലും കൈരളി മുന്നോട്ട് പോകുന്നു. അതൊരു അത്ഭുതമാണ്. ആ പ്രചോദനമാണ് ഞങ്ങൾക്ക് ജയ് ഹിന്ദ് ചാനൽ തുടങ്ങാനുള്ള പ്രചോദനമായിട്ട് മാറിയത് എന്ന് രമേശ് ചെന്നിത്തല ആ പ്രഭാഷണത്തിൽ, മുഖ്യപ്രഭാഷണത്തിൽ ഇന്നലെ പറയുകയുണ്ടായി. അപ്പം ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, അന്ന് പിന്നെ ഇപ്പം ബാർക്ക് റേറ്റിംഗ് ആണല്ലോ ചാനലുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത്, അതായത് 2004-2005 5 വർഷം, 2004-2005 സമയത്ത് കൈരളി ടി വി 4ാം വർഷത്തിലേക്ക് കടന്ന ഒരു സമയത്ത് ഏഷ്യാനെറ്റിനെ, ഇപ്പം മലയാളത്തിലെ 1ാം നിര ചാനൽ, ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ് ആണല്ലോ. ഏഷ്യാനെറ്റിനെ അന്ന് ബീറ്റ് ചെയ്യാൻ റേറ്റിങ്ങിൽ അന്ന് ഏഷ്യാനെറ്റിനെ പിന്നിലാക്കി മുന്നിലെത്തിയ കൈരളി ടി വിയുടെ ന്യൂസുകളുണ്ടായിരുന്നു 2004-2005 കാലഘട്ടത്തിൽ. ഞാനന്ന് കൈരളി ടി വിയുടെ കോഴിക്കോട് ബ്യൂറോ ചീഫും മലബാർ റീജിയണൽ ഹെഡുമാണ് ന്യൂസിൻ്റെ. അന്ന് ഐസ്ക്രീം കേസിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ, എൻ്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളൊക്കെ അന്ന് ഏഷ്യാനെറ്റിനെ വെല്ലുവിളിച്ച് റേറ്റിങ്ങിൽ കൈരളി ടി വി 1ാം സ്ഥാനത്തെത്തിയ ഒരു ചരിത്രമുണ്ടായിരുന്നു. അത് നമ്മുടെ കൈരളിയിലെ എല്ലാവർക്കും അറിയാം. എൻ്റെ മാത്രമല്ല, വേറെ പല റിപ്പോർട്ടുകളും ഉൾപ്പെടെ. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ പലരും അത് വിട്ടുപോയി. ഞാൻ 7.5 വർഷം കൈരളി ടി വി പണിയെടുത്തിട്ട് ഞാൻ വിട്ടുപോയത് ഞാൻ മനോരമ ഓൺലൈൻ്റെ ഹെഡായിട്ട് പിന്നെ കോട്ടയത്തേക്ക് ഞാൻ ജോലി തേടി ഞാൻ പോകുന്നു. അതുപോലെ വേറെ പലരും പ്രമുഖ ജേർണലിസ്റ്റുകളെല്ലാം കൈരളി വിട്ടുപോയി. പക്ഷെ പോയപ്പോഴും നമുക്ക് കൈരളിയോട് ഒരു സ്നേഹമുണ്ട്. നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റിയ ഒരു ചാനലാണ്. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഈ ചടങ്ങിൽ, ഈ ചിങ്ങം പിന്നെ 1 ചടങ്ങിൽ ഓഗസ്റ്റ് 17 ഞങ്ങളെല്ലാം ഒത്തുകൂടിയത്. ഇപ്പം ഇത് പറയാൻ കാര്യം, ഇപ്പം റേറ്റിംഗ് എങ്ങനെ നിൽക്കുന്നു. അതായത് കൈരളി ഏഷ്യാനെറ്റിനെ അന്ന് ബീറ്റ് ചെയ്തു.
റേറ്റിംഗിൽ ഒന്നാമതെത്തി കൈരളി ടി വി 2004-05 കാലത്ത് ഓർക്കണം. പിന്നെ ഏഷ്യാനെറ്റിന്റെ അപ്രമാദിത്വം ഇങ്ങനെ തുടർന്നു പോയി. ഇപ്പൊ ഏഷ്യാനെറ്റ് വീണ്ടും 2ാം സ്ഥാനത്തായി. 24 ചാനല് 1ാം സ്ഥാനത്തെത്തി. ഇതെല്ലാം നമ്മളൊന്ന് കൂട്ടി വായിക്കുന്നത് നന്നായിരിക്കും. 24 ന്യൂസ്, ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് തുടങ്ങുമ്പോൾ ഞാൻ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിപ്പോഴും അവിടെ ആർക്കൈവിൽ കാണും, നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അന്ന് പ്രവചിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 24 ഏഷ്യാനെറ്റിനെ മറികടക്കും. വൈകാതെ അവർ 2ാം സ്ഥാനത്തെത്തും. അന്ന് ഞാൻ പ്രവചന സ്വഭാവത്തോടെ ഇട്ട FB പോസ്റ്റ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുക. ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് 6 മാസം കഴിയുമ്പോൾ തന്നെ 24 ന്യൂസ് ചാനൽ 2ാം സ്ഥാനത്തെത്തി. മനോരമയും മാതൃഭൂമിയും പിന്നിലാക്കിയിട്ടും ഏഷ്യാനെറ്റ് തൊട്ട് പിന്നിൽ 2ാം സ്ഥാനത്ത് 24 ന്യൂസ് എത്തി. ശ്രീകണ്ഠൻ നായർ 24 എത്തി. ഇപ്പതാ 24 ഏഷ്യാനെറ്റിനെ മറികടന്ന് കേരളത്തിലെ ഏറ്റവും ആൾക്കാർ കാണുന്ന ന്യൂസ് ചാനലായിട്ട് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 1ാം സ്ഥാനത്ത് 24 ന്യൂസാണ്. 2ാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് പിന്തള്ളപ്പെട്ടു. അപ്പം ഈ സാധ്യത ഞാൻ വളരെ മുൻകൂട്ടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാനന്ന് ജേർണലിസം തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നോക്കിക്കോളൂ 24 ഏഷ്യാനെറ്റിൻ്റെ തൊട്ടരികിൽ വൈകാതെ എത്തും. മനോരമയും മാതൃഭൂമിയും പിന്തള്ളിയിട്ട് 2ാം സ്ഥാനത്ത് 24 വരും. അന്ന് പുതിയ ജേർണലിസം ബാച്ചിൻ്റെ കോഴ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കോവിഡ് കാലത്താണ്. അത് ശ്രീകണ്ഠൻ നായരായിരുന്നു. ഓൺലൈനിൽ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഓൺലൈനിൽ സൂമിൽ ഉള്ള മീറ്റിംഗ് കൂടിയിട്ട് ഓൺലൈൻ മീറ്റിങ്ങിലാണ് ശ്രീകണ്ഠൻ നായർ അന്നത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പം ഞാൻ ക്ലാസ് കുട്ടികളോട് പറഞ്ഞു, 24 നിങ്ങൾ വാച്ച് ചെയ്തോളൂ, 24 വൈകാതെ 2ാം സ്ഥാനത്തെത്തും. പിന്നെ അവർ ഏഷ്യാനെറ്റിനെ മറികടക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാനെന്ന് പറഞ്ഞു. ഇപ്പം മറികടന്നിരിക്കുന്നു. ഇപ്പം എന്താ അവസ്ഥ? ബാർക്ക് റേറ്റിംഗ് ലേറ്റസ്റ്റ് 2 ആഴ്ചത്തെ റിസൾട്ട് 165.78 പോയിന്റുമായി 24 1ാം സ്ഥാനത്ത്. 155.08 പോയിന്റുമായിട്ട് ഏഷ്യാനെറ്റ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഏഷ്യാനെറ്റിന് ഇത് വൻ തിരിച്ചടിയാണ്. ഇത്രയും വർഷം 1ാമത് നിന്ന ഒരു ചാനൽ 2ാമത് ആകുന്നു. പണ്ട് കൈരളി ബീറ്റ് ചെയ്ത് ഏഷ്യാനെറ്റിനെ, ഞാൻ ഈ പറഞ്ഞ കേസുകൾ 2004-05 കാലം. ഇപ്പോൾ 24 ഏഷ്യാനെറ്റ് ബീറ്റ് ചെയ്തിരിക്കുന്നു, പിന്നിലാക്കിയിട്ട് മുൻപിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് 2ാം സ്ഥാനത്തായി. റിപ്പോർട്ടർ TV 3ാം സ്ഥാനത്തേക്ക് കയറി വന്നു. 136.54 പോയിന്റുമായിട്ട് റിപ്പോർട്ടർ TV അടുത്ത കാലത്ത്. അതിപ്പോൾ റീലോഞ്ച് ചെയ്ത് അറിയാമല്ലോ. മനോരമ 4ാമതായി 80.93 പോയിന്റുമായിട്ട് മനോരമ 4ാമതായി. മാതൃഭൂമി 5ാമത് 72.61 പോയിന്റുമായിട്ട് മാതൃഭൂമി 5ാമതായി ബാർക്ക് റേറ്റിംഗിൽ. 6ാം സ്ഥാനത്ത് കൈരളിയുണ്ട്, നമ്മൾ മറന്നുകൂടാ. 6ാം സ്ഥാനത്ത് 26.74 പോയിന്റുമായി കൈരളി 6ാം സ്ഥാനത്തുണ്ട്. ജനം TV 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോയി. 7ാം സ്ഥാനത്ത് ന്യൂസ് 18 ആണ്, 25.10 പോയിന്റുമായിട്ട് 7ാം സ്ഥാനത്ത്. ജനം TV 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോയി. നേരത്തെ 5ാം സ്ഥാനത്തൊക്കെ വന്നിരുന്ന ജനം TV 22.01 പോയിന്റുമായി 8ാം സ്ഥാനത്തേക്ക് മാറി. മീഡിയ 1 മാധ്യമ പത്രത്തിൻ്റെ ചാനൽ മീഡിയ 1 9ാം സ്ഥാനത്ത് 15.98 പോയിന്റുമായിട്ട് 9ാം സ്ഥാനത്ത്. ആദ്യ 10ൽ വരുന്ന ഇത്രയും ചാനലുകളാണ്. അപ്പോൾ കൈരളിക്ക് ഇനി ഒരു തിരിച്ചു വരാനും സാധ്യതയുണ്ട്. മുമ്പ് 1ാം സ്ഥാനത്ത് വന്ന ചാനലാണ് കൈരളി. അന്നൊരു നല്ലൊരു ന്യൂസ് ടീം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കൈരളി TV ഒന്ന് ആഞ്ഞു വിചാരിച്ചാൽ കൈരളി TVക്ക് ഇനിയും ഒത്തിരി സാധ്യതകളുണ്ട്. ഈ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് അതിൻ്റെ MD ഒരു നല്ല ന്യൂസ് ടീമിനെ വെച്ചിട്ട് കൈരളിക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പിന്നെ 24 എന്തുകൊണ്ടും 1ാമതെത്തി, അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. 24 1ാമതെത്തുമ്പോൾ കാരണം ന്യൂസിനെ ഒരു കാഴ്ചയാക്കി മാറ്റിയ ആ ഒരു വിജയമുണ്ടല്ലോ, അതാണ് 24ൻ്റെ വിജയം. ന്യൂസിനെ ഒരു കാഴ്ചയാക്കി മാറ്റുക. അവിടെയാണ് ഏഷ്യാനെറ്റ് പരാജയപ്പെട്ടിട്ട് 24 1ാമത് വരുന്നത്.
അപ്പം ന്യൂസിനെ ഒരു കാഴ്ചയാക്കി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാങ്കേതിക വിദ്യയുണ്ട്, പ്രസൻറ്റേഷൻ്റെ രീതികളുണ്ട്, കാര്യങ്ങളുണ്ട്. അത് റിപ്പോർട്ടർ ടി വിക്കും ഒരു ഭാവിയുണ്ട്. അവർ ഇപ്പം പോകുന്ന രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഏഷ്യാനെറ്റിനെ പിന്തള്ളാൻ അവർക്കും സാധിക്കും. ഇപ്പം 24 ഏഷ്യാനെറ്റിനെ പിന്തള്ളി 1-ാം സ്ഥാനത്ത് എത്തതുപോലെ ഏഷ്യാനെറ്റിനെ പിന്തള്ളിയിട്ട് 2-ാം സ്ഥാനത്ത് വൈകാതെ എത്താൻ റിപ്പോർട്ടർ ടി വിക്ക് സാധിക്കും. കൈരളി ടി വിചാരിച്ചാൽ കൈരളി ടി വിക്ക് സാധിക്കും. ഏഷ്യാനെറ്റ് താഴേക്ക് പോകും. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുക. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് നിലപാട് മാറി. ഒരു ബ്രോഡ് ലെഫ്റ്റ് ചാനൽ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് മലയാളിക്ക്. ബ്രോഡ് ലെഫ്റ്റ്. ആ ബ്രോഡ് ലെഫ്റ്റിൽ പിന്നെ എല്ലാവരും വരും. CPM മാത്രമല്ല, പരിസ്ഥിതിവാദികൾ, നക്സലൈറ്റുകൾ, മുൻ നക്സലൈറ്റുകൾ ഉൾപ്പെടെ എല്ലാവരും വരുന്ന ഒരു ബ്രോഡ് ലെഫ്റ്റ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ആ ബ്രോഡ് ലെഫ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഏഷ്യാനെറ്റ് ശശികുമാറിന്റെ കീഴിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് നമ്പർ 1 ആയത്. ആ ബ്രോഡ് ലെഫ്റ്റിൽ നിന്ന് ഏഷ്യാനെറ്റ് എപ്പോൾ പാളം തെറിച്ചു അപ്പുറത്ത് പോയോ അപ്പോൾ ഏഷ്യാനെറ്റ് താഴേക്ക് വന്നു. 24 ആ ബ്രോഡ് ലെഫ്റ്റിനെ ആദ്യം പിന്തുണച്ചുകൊണ്ട് 24-ന് അതിൻ്റെതായ മൈലേജ് കിട്ടി. പക്ഷെ 24-ന്റെ അടുത്ത കാലത്ത് ചില നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 24 സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്കും അതൊരു ഭീഷണിയായിട്ടും മാറും. അവിടെയാണ് റിപ്പോർട്ടർ ടി വി കയറി വരുന്നത്. ഇവിടെയാണ് കൈരളി ടി വിക്ക് സാധ്യത കിടക്കുന്നത്. ഒരു ബ്രോഡ് ലെഫ്റ്റ് ചാനൽ എന്നൊരു കൺസെപ്റ്റ്, അത് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൺസെപ്റ്റാണിത്. അത് മനസ്സിലാക്കാത്ത മാധ്യമ വിഡ്ഢികളെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചുവരെഴുത്ത് വായിക്കാൻ അറിയില്ല, റൈറ്റിംഗ് ഓൺ ദ വാൾസ്. ഒരു ബ്രോഡ് ലെഫ്റ്റ് ചാനലിന് ഇപ്പോഴും സാധ്യതകൾ മലയാളത്തിലുണ്ട്. ഇന്ത്യ വിഷൻ അങ്ങനെ വന്നു, പിന്നെ അത് പൂട്ടിപ്പോയി. ഏഷ്യാനെറ്റ് തുടങ്ങിയത് അങ്ങനെയായിരുന്നു, അത് പിന്നെ കൈമാറിപ്പോയി. അത് തീവ്ര വലതുപക്ഷ സംഘി ചാനലായിട്ട് മാറി. മാതൃഭൂമിക്ക് പറ്റിയ അബദ്ധം എന്താണ്? അതും ഒരു സംഘി ലൈനിലേക്ക് മാറി. മനോരമയ്ക്ക് ഒരിക്കലും ഇതിനകത്ത് ഇത്രയും വലിയ മനോരമ പത്രം, ഏറ്റവും ആൾക്കാർ വായിക്കുന്ന പത്രം ഉണ്ടായിട്ട് ഒരു മനോരമ ചാനൽ തുടങ്ങി ഇത്രയും വർഷമായിട്ടും ഇതുവരെ 1-ാം സ്ഥാനത്തെത്താൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അത് ബ്രോഡ് ലെഫ്റ്റിനെതിരായ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ ബ്രോഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിശാല ഇടതുപക്ഷ ഒരു മീഡിയ അതായിരിക്കും മലയാളികൾ എപ്പോഴും താല്പര്യത്തോടെ കാത്തു സൂക്ഷിക്കുക, നോക്കുക, കാണുക. ഇത് ഓൺലൈനിൽ ഇതേ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ചാനൽ മാത്രമല്ല, ബ്രോഡ് ലെഫ്റ്റ്, കേരളം ബ്രോഡ് ലെഫ്റ്റാണ്. വിശാല ഇടതുപക്ഷ കാഴ്ചപ്പാട് ഉള്ള ഒരു മാധ്യമത്തിന് മാത്രമേ ഏറ്റവും മുന്നിലെത്താൻ കേരളത്തിൽ കഴിയത്തുള്ളൂ. മറ്റവരൊക്കെ കാലഘട്ടത്തിൽ ഓരോരോ സംഭവങ്ങളുടെ ഇതിൽ കൂടെ അവർ പിന്നിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിന് സംഭവിച്ച അപജയം എന്ന് പറയുന്നത്. ഇത് ഏഷ്യാനെറ്റ് വൻ തിരിച്ചടിയാണ്. രാജീവ് ചന്ദ്രശേഖർ മുതലാളി തീവ്ര വലതുപക്ഷ നിലപാട് എങ്ങനെ മുന്നോട്ട് പോകും? ബുദ്ധിമുട്ടാണ്. എന്താ നിങ്ങൾ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി? ഇത്രയും നാളെ 1-ാം സ്ഥാനത്ത് നിന്നിട്ട് ഏഷ്യാനെറ്റ് എന്താ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത്? നാളെ പുതിയ വില്ലാളി വീരന്മാർ വരും വെല്ലുവിളികളുമായിട്ട്. ഇന്ന് 24, നാളെ റിപ്പോർട്ടർ ടി വി, ഇനി അതിനപ്പുറത്ത് വേറെ വെല്ലുവിളികൾ വരും കേരളത്തിലെ മാധ്യമ ലോകത്ത്. അത് നമ്മൾ തിരിച്ചറിയുക. വിശാല ഇടതുപക്ഷ പ്ലാറ്റ്ഫോമായിട്ട് ആര് വന്നാലും അവരെ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം മലയാളികൾക്കുണ്ട്. അത് മറന്നുപോകരുത്.